ഒരു വലിയ പ്രസംഗത്തിന് സാധ്യതയില്ലാത്ത സമയമാണിത്. പക്ഷേ ഈ സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യം, ഞാനത് ബഹുമാന്യനായ അധ്യക്ഷനോട് കൂടി സൂചിപ്പിച്ച കാര്യമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് പറയരുതെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് പറയാതെ എനിക്ക് പോകാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ്. കാരണം കൈരളിക്കും എനിക്കും ഒരേ വയസ്സാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് പറഞ്ഞാൽ മേയറുടെ വയസ്സ് പറഞ്ഞാൽ എൻ്റെ വയസ്സ് ഊഹിച്ചെടുക്കുന്ന പറഞ്ഞത്. അപ്പം അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വളർച്ചയിൽ ശരിയായ ബോധ്യം ഉൾക്കൊള്ളാൻ, ശരിയായ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാൻ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് കൈരളിയാണ് എന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. അങ്ങനെ രാഷ്ട്രീയ ബോധമുള്ളവരായി ഇന്നത്തെ തലമുറയെ മാറ്റിയെടുക്കുന്നതിൽ കൈരളി നടത്തിയ സംഭാവനകളെ സംബന്ധിച്ച് ബഹുമാന്യനായ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെല്ലാവരും പറയുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഇനി വരുന്ന തലമുറയെയും രാഷ്ട്രീയവൽക്കരിക്കാൻ, അരാഷ്ട്രീയവാദികളായി അല്ല രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. നമുക്കെപ്പോഴും ഇവിടെ സ്വാഗതം പറയുന്ന സമയത്ത് രണ്ട് രീതിയിലും മാധ്യമങ്ങൾ തലോടുകയും വേട്ടയാടുകയും ചെയ്ത ആള് എന്നാണ് എന്നെ അഭിസംബോധന ചെയ്തത്. എനിക്കതിൽ ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഈ വേട്ടയാടപ്പെടുമ്പോൾ വ്യക്തിപരമായി ഞങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ അത് കണ്ട് ഭയന്ന് ഒരു തലമുറയെങ്കിലും രാഷ്ട്രീയത്തിൽ വരാതെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് എങ്കിൽ അവിടെയാണ് നാം തിരുത്തേണ്ടത് എന്ന് മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ കൈരളിക്ക് സാധിക്കും. ജനപക്ഷത്ത് നിന്നുകൊണ്ട് കൈരളിയാണോ എന്ന് ചോദിച്ച് എതിർത്തവർക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ കൈരളിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. അഭിവാദ്യങ്ങൾ.